റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറത്ത് മുൻ ലീഗ് നേതാവിന്റെ ഹജ്ജ് തട്ടിപ്പിൽ പണം നഷ്ടമായവരിൽ മുൻ സമസ്ത പ്രസിഡന്റിന്റെ മകളും. മുൻ സമസ്ത പ്രസിഡന്റും പ്രമുഖ മുസ്ലിം പണ്ഡിതനുമായിരുന്ന കാളമ്പാടി ഉസ്താദിന്റെ മകൾ സഫിയയും ഭർത്താവുമാണ് തട്ടിപ്പിനിരയായത്. 13 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും വഞ്ചിക്കപ്പെട്ടെന്നും ഇരുവരും റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. എത്രയോ കാലം ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഹജ്ജ് എന്നാണ്. 2 കൊല്ലം ഞങ്ങൾ ഒരുങ്ങി ഈ സാധനമൊക്കെ കിട്ടി പാത്തിച്ച് തുടങ്ങിയിട്ട് അത് ഏത് സമയത്തും ഭയങ്കര സങ്കടവശമാണ്. അന്ന് കുറച്ചൊക്കെ പോകാൻ കഴിഞ്ഞിരുന്നു. 2 കൊല്ലം ഇപ്പോൾ തീരെ സുഖമില്ലാതെ കണ്ട് ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നാലും അറിയില്ലല്ലോ. ഇപ്പോൾ അമീറന്മാരൊക്കെ വെച്ച് വലിയ പരസ്യമൊക്കെ കണ്ടപ്പോൾ പിന്നെ ട്രാവൽസിൽ കൊണ്ടുപോയി കൊടുത്തേക്കാണ് പൈസ. 6.5 ലക്ഷം റുപ്യ വീതം 13 ലക്ഷം റുപ്യ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ പോകാമെന്നുള്ളത് ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾക്ക് വിവരം തന്നിയതും. കുട്ടികളും ഇവരൊക്കെ കുടുംബങ്ങളൊക്കെ കൂടി യാത്രയപ്പും കാര്യങ്ങളൊക്കെ തന്ന് അപ്പോൾ പോകേണ്ട ആ സമയം വന്നപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടാണ് മുടക്കിയത്. അത് വലിയൊരു സങ്കടമായിപ്പോയി. അതിങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പിന്നെ പ്രതീക്ഷിച്ചല്ല. അങ്ങനെ ഒരാൾ ചെയ്യും നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അതേസമയം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി ആരോപണ വിധേയൻ VP അഫ്സൽ രംഗത്തെത്തി. ഇരകൾക്ക് പണം നൽകാനുണ്ടെന്ന് സമ്മതിച്ച അഫ്സൽ 1 വർഷത്തിനുള്ളിൽ പണം നൽകുമെന്നും പറഞ്ഞു. കേൾക്കാം. 2024 ഹജ്ജുമായി ബന്ധപ്പെട്ട് 200ഓളം ആളുകൾ ഹജ്ജിന് കർമ്മം നിർവഹിച്ചു. 114ഓളം ആളുകൾക്ക് അന്ന് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. മുംബൈയിലെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അപാകത അത് വലിയൊരു അപകടമായി നമ്മളെ കമ്പനിക്ക് ബാധിച്ചു. പണം കൊടുക്കാനുള്ളത് നമ്മൾ അതിലൊരു 70ഓളം അല്ലെങ്കിൽ 60ഓളം ആളുകൾക്ക് മാത്രമേ പണം കൊടുക്കാനുള്ളൂ. കാളമ്പാടി ഉസ്താദ് എന്നല്ല, ഇതിൽപ്പെട്ട എല്ലാ ഇരകൾക്കും അഥവാ ബുദ്ധിമുട്ടിയ പാവങ്ങൾക്കൊക്കെ ഇതിൽപ്പെട്ട ആളുകളുടെ പൂർണ്ണമായ പണം കൊടുത്തിട്ട് ഞാൻ ഇനി മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു പ്രദേശത്തേക്കോ ഞാൻ നീങ്ങുള്ളൂ. മുബഷിപ്പി അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിപ്പി അക്ബർ, അഫ്സൽ പറയുന്നത് അഫ്സലിനെ പറ്റിച്ചത് വേറൊരു കമ്പനിയാണ് എന്നാണ്. പക്ഷേ പാവപ്പെട്ട ഈ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്രയ്ക്ക് തയ്യാറായിരുന്ന 70ഓളം ആളുകൾക്ക് ഇപ്പോഴും പണം തിരിച്ചു കിട്ടിയില്ല. അതല്ലേ വാസ്തവം മുബഷീർ? അത് തന്നെയാണ് വാസ്തവം അരുൺകുമാർ. അതായത് ഏകദേശം 314ഓളം ആളുകളെയായിരുന്നു 2024 ഹജ്ജ് തീർത്ഥാടനത്തിന് കൊണ്ടുപോകുമെന്ന് ദാറുൽ ഈമാൻ ട്രാവൽസിന്റെ ഉടമയായിട്ടുള്ള ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഹജ്ജ് കർമ്മത്തിന് ഈ ആളുകളെ ഒന്നും തന്നെ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിനിരയായവരിൽ മുൻ സമസ്ത പ്രസിഡന്റിന്റെ മകളായിട്ടുള്ള സഫിയെ പോലെയുള്ള ഉമ്മമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കീഴ്ശ്ശേരി സ്വദേശിയായിട്ടുള്ള സഫിയ ഉമ്മയുൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം 13 ലക്ഷം രൂപയായിരുന്നു 2 പേർക്ക് ഹജ്ജിന് പോകുന്നതിന് വേണ്ടി ഒരു ട്രാവൽസിന് നൽകിയിരുന്നത്. 2014 ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സമയത്തായിരുന്നു യാത്ര ക്യാൻസൽ ചെയ്ത വിവരം കമ്പനി അറിയിച്ചിരുന്നു. പിന്നീട് പണം ലഭിക്കുന്നതിന് വേണ്ടി തുടർച്ചയായിട്ട് ഈ കമ്പനിയെ സമീപിച്ചെങ്കിലും അത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു കുടുംബം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, പ്രമുഖ മുസ്ലിം പണ്ഡിതനായിട്ടുള്ള കാളമ്പാടി ഉസ്താദിന്റെ മകൾക്ക് പോലും ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൽ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിച്ചതെന്നൊരു ചോദ്യമാണ് ഇരകൾ ഉന്നയിക്കുന്നത്. അതേസമയം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇതിൽ വിശദീകരണവുമായിട്ട് ആരോപണ വിധേയനായിട്ടുള്ള VP അഫ്സൽ രംഗത്ത് വന്നിട്ടുണ്ട്. അഫ്സൽ പറയുന്നത് ഇരകളോടൊപ്പമാണ്. താൻ നിരവധി ആളുകൾക്ക് പണം നൽകാനുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ തന്നെ മുംബൈയിലെ കമ്പനിയാണ് വഞ്ചിച്ചത്. ഈ ഒരു കമ്പനിയിൽ വന്ന അപാകതയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇരകളിൽപ്പെട്ട ചില ആളുകൾ മുംബൈയിൽ തന്നെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച സമയത്തെ അവർ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പണം പൂർണ്ണമായിട്ടും അഫ്സലിന്റെ പക്കൽ തന്നെയാണുള്ളത്. അഫ്സലാണ് നിങ്ങൾക്ക് പണം നൽകേണ്ടത് എന്നുള്ളതാണ് അവരും പറയുന്നത്. ഓക്കെ, താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.